ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ചൊരക്ക വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് ചൊരക്ക എന്നല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അറിയാവുന്ന കൂട്ടുകാരൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ദാ ചൊരക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ പരിപ്പ് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ആ ചൊരക്കയുടെ പകുതി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പകുതി ചൊരക്ക നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ദാ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് പരിപ്പും കഴുകി കുക്കറിനകത്തേക്ക് വെള്ളം ആവശ്യത്തിന് വേകാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചൊരക്കായും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ രീതിയിലൊക്കെ കറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ചൊരക്ക തോരൻ കറി, പിന്നെ മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചാറുകറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ എരിവിനനുസരിച്ചുള്ള 3-4 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ കേൾക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ. പിന്നെ അത് വേവുന്ന സമയത്ത് നമുക്കിതാ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എരിവ് അനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുക്കർ 2-3 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപ്പും ചൊരക്കയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ആ വെന്തത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വെന്തുടഞ്ഞാലേ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളേ. അപ്പോഴത്തേക്കിന് ഇതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങ അരപ്പും കൂടെ നമ്മുടെ ചുരക്കയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാതെ. അപ്പം ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പം ഞാനൊന്ന് ഉപ്പും കൂടെ നോക്കിയായിരുന്നു കേട്ടോ. ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. പിന്നെ കറി പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. ഒത്തിരി ഇട്ട് കറി അങ്ങ് തിളപ്പിക്കുന്നില്ലേ. അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കടുക് താളിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ കടുക് താളിക്കുമ്പം കടുകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു ചെറിയൊരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് താളിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ കടുക് താളിക്കുന്ന കൂട്ടത്തിൽ മുളക് പൊടിയും കൂടി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരക്ക പരിപ്പ് കറി. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക്